ഹലോ സുഹൃത്ത്, നമസ്കാരം. ജെഡിഎസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 18, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിഎസ് കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ജെഡിഎസ് കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, വൺ പ്ലേറ്റ് വൺ ബാഗ് ക്യാമ്പയിൻ ലോഞ്ച്ഡ്. ഒരു പ്ലേറ്റ് ഒരു ബാഗ് ക്യാമ്പയിൻ ആരംഭിച്ചു. വൺ പ്ലേറ്റ് വൺ ബാഗ് ക്യാമ്പയിൻ, ഈ ഒരു ക്യാമ്പയിൻ എവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 15 എവിടെയാണ് ഒരു പ്ലേറ്റ് ഒരു ബാഗ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്? മഹാകുംഭമേള. മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രയാഗ്രാജിൽ, അതായത് UP-യിലെ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി, ഏതാണ്ട് 1.5 കോടി ജനങ്ങളാണ് ഓരോ ദിവസവും മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വൺ പ്ലേറ്റ് വൺ ബാഗ് ക്യാമ്പയിൻ ഇത് ആരംഭിച്ചു ജനുവരി 15. അതോടൊപ്പം തന്നെ ഇതേ സമയത്ത് ആരംഭിച്ചിട്ടുള്ള മറ്റൊന്ന് പറഞ്ഞാൽ കലാഗ്രാം ആണ്. സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ചും കലകളെക്കുറിച്ചുമുള്ള നല്ലൊരു അറിവ്, ആ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം എന്ന് പറയാൻ പറ്റും. അത് കലാഗ്രാം എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയമാണ്. പ്രോഗ്രാംസിന് വേണ്ടി മാറ്റിയിട്ടുള്ള മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ, സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ഒന്നാണ് കലാഗ്രാം. കൂടാതെ കുംഭവാണി എന്ന് പറയുന്ന ഒരു FM ചാനൽ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതും കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു FM ചാനലാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മഹാകുംഭമേളയിൽ ഒരു പ്ലേറ്റ് ഒരു ബാഗ് എന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനം പ്ലാസ്റ്റിക് രഹിതമാണെന്ന് ഉറപ്പാക്കാൻ മഹാകുംഭത്തിൽ ഏതൊക്കെ ഇനങ്ങൾ വിതരണം ചെയ്തു? തുണിസഞ്ചികൾ, സ്റ്റീൽ പ്ലേറ്റ്, ഗ്ലാസുകൾ. ഇന്ന് ലോകത്തിന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേള എന്ന് പറയുമ്പോൾ അത് മഹാകുംഭമേളയാണ്. 12 വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള പ്രയാഗ്രാജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 45-50 കോടി ജനങ്ങളാണ് ഈ ഒരു മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നത്. 45 ദിവസമാണ് ഈ മഹാകുംഭമേള. ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്ലേറ്റ് ഒരു ബാഗ് എന്ന ഈ ഒരു കൺസെപ്റ്റ് ഇത് വന്നിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ക്യാബിനറ്റ് അപ്രൂവ്സ് തേർഡ് ലോഞ്ച് പാഡ് ഫോർ ISRO ന്യൂ ജനറേഷൻ റോക്കറ്റ്. ISROയുടെ ന്യൂ ജനറേഷൻ റോക്കറ്റുകൾക്കായുള്ള 3ാമത്തെ ലോഞ്ച് പാഡിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. അതായത് ISROയുടെ പുതിയ ഒരു ലോഞ്ച് പാഡ് നിർമ്മിക്കാൻ പോകുന്നു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 16 ഏത് ബഹിരാകാശ നിലയത്തിനായുള്ള 3ാമത്തെ വിക്ഷേപണ പാഡിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി? സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ഇത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സാറ്റലൈറ്റ്സിൻ്റെ ലോഞ്ച് എന്ന് പറയുമ്പോൾ അത് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ്. ഇവിടെയാണ് ഇപ്പോൾ ജനുവരി 16 കേന്ദ്ര മന്ത്രിസഭ ഒരു പുതിയ ലോഞ്ച് പാഡിന് വേണ്ടി അംഗീകാരം നൽകിയിട്ടുള്ളത്. കേന്ദ്ര മന്ത്രിസഭയുടെ ആ ഒരു ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭയാണ് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ഇവിടെ പുതിയ ഒരു ലോഞ്ച് പാഡിന് വേണ്ടി അംഗീകാരം നൽകിയിട്ടുള്ളത്. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ 3ാമത്തെ വിക്ഷേപണ വാഹനത്തിന് ഏത് വിക്ഷേപണ വാഹനങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയും? നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ആൻഡ് LVM-3. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇനിയുള്ള ലോഞ്ച് പാഡുകൾ കൂടുതൽ ഭാരങ്ങൾ കയറ്റി കൊണ്ടുപോകാനും അതുപോലെ തന്നെ അതിന് റേഞ്ച് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ലെവലിലുള്ള പുതിയ ലോഞ്ച് വെഹിക്കിൾ, ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു ലോഞ്ച് പാഡ് ആണ് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ന്യൂ ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസ്, LVM-3 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്നിവയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു ലോഞ്ച് പാഡ് ആണ് വരാൻ പോകുന്നത്. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ 3ാമത്തെ വിക്ഷേപണ പാഡ് സ്ഥാപിക്കാൻ എത്ര മാസമെടുക്കും? 48 മാസം. 4 വർഷം അല്ലെങ്കിൽ 48 മാസമാണ് ഈ വരാൻ പോകുന്ന പുതിയ ലോഞ്ച് പാഡിന് വേണ്ടി എടുക്കുന്ന സമയം. 2025 ജനുവരി 16 വരെ ഇന്ത്യൻ ബഹിരാകാശ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും എത്ര വിക്ഷേപണ പാഡുകളെയാണ് ആശ്രയിക്കുന്നത്? 2. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ്. ഇവിടെയുള്ളത് 2 ലോഞ്ച് പാഡ് ആണ്. എന്നാൽ ഇനി
അടുത്ത 48 മാസം കൊണ്ട് ഒരു പുതിയ ലോഞ്ച് പാഡ് പൂർത്തീകരിക്കാനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇതനുസരിച്ച് ന്യൂ ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസും LV-M3 ഈ ലോഞ്ച് വെഹിക്കിൾസിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ലോഞ്ച് പാഡ് ആണ് വരാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: മൃദംഗം TV ഗോപാലകൃഷ്ണനെ RK ശ്രീകണ്ഠൻ ട്രസ്റ്റ് അവാർഡിനെ ആദരിച്ചു. മൃദംഗിസ്റ്റ് TV ഗോപാലകൃഷ്ണൻ ഹോണേഡ് വിത്ത് RK ശ്രീകണ്ഠൻ ട്രസ്റ്റ് അവാർഡ്. കേരളത്തിലെ തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള മൃദംഗിസ്റ്റ് TV ഗോപാലകൃഷ്ണനെ RK ശ്രീകണ്ഠൻ ട്രസ്റ്റ് അവാർഡ് നൽകി ആദരിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 14 സംക്രാന്തി സംഗീതമേളയിൽ RK ശ്രീകണ്ഠൻ ട്രസ്റ്റ് അവാർഡ് നൽകി കേരളത്തിൽ നിന്നുള്ള ആരെയാണ് ആദരിച്ചത്? മൃദംഗിസ്റ്റ് ആയിട്ടുള്ള TV ഗോപാലകൃഷ്ണനെ. 4 വയസ്സിൽ ആരംഭിച്ചിട്ടുള്ള 6ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച വ്യക്തിയാണ് TV ഗോപാലകൃഷ്ണൻ. ഇന്നിപ്പോൾ 94 വയസ്സ് ആയിട്ടുള്ള മൃദംഗിസ്റ്റ് TV ഗോപാലകൃഷ്ണനെയാണ് ജനുവരി 14 സംക്രാന്തി സംഗീതമേളയിൽ RK ശ്രീകണ്ഠൻ ട്രസ്റ്റ് അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. വളരെ പ്രശസ്തനായിട്ടുള്ള ഇദ്ദേഹത്തിനെ 2014 സംഗീത കലാനിധി അവാർഡും 2012 പത്മഭൂഷൺ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. കേരളത്തിലെ തൃപ്പൂണിത്തുറ സ്വദേശിയാണ് TV ഗോപാലകൃഷ്ണൻ. ഏതു ഉപകരണത്തിലെ വിശിഷ്ട കലാകാരനായിരുന്നു രുദ്രപത്ന കൃഷ്ണശാസ്ത്രി ശ്രീകണ്ഠൻ? വയലിൻ. മൃദംഗിസ്റ്റ് TV ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ ആദരിച്ച അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അവാർഡ് ആണ് RK ശ്രീകണ്ഠൻ ട്രസ്റ്റ്. RK എന്നാൽ രുദ്രപത്ന കൃഷ്ണശാസ്ത്രി ശ്രീകണ്ഠൻ. വിശിഷ്ടമായിട്ട് അദ്ദേഹം ഫേമസ് ആയിരുന്നത് വയലിൻ എന്ന ഇൻസ്ട്രുമെന്റിലാണ്. ഏത് മേഖലയിലെ കലാകാരന്മാർക്കാണ് RK ശ്രീകണ്ഠൻ ട്രസ്റ്റ് അവാർഡ് വർഷം തോറും നൽകുന്നത്? കർണാടക സംഗീതം. കർണാടക സംഗീതത്തിലാണ് എല്ലാ വർഷം RK ശ്രീകണ്ഠൻ ട്രസ്റ്റ് അവാർഡ് നൽകി ആദരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ മൃദംഗവാദിക്കാരനായിട്ടുള്ള TV ഗോപാലകൃഷ്ണനാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ഭാർഗവാസ്ത്ര കൗണ്ടർ ഡ്രോൺ മൈക്രോ മിസൈൽ. ഇന്ത്യ ആദ്യമായി ഭാർഗവാസ്ത്ര കൗണ്ടർ ഡ്രോൺ മൈക്രോ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ആന്റി ഡ്രോൺ മൈക്രോ മിസൈൽ ഇത് വിജയകരമായിട്ട് ഇന്ത്യ പരീക്ഷിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ സൈന്യത്തിനായി അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഭാർഗവാസ്ത്ര. ഇപ്പം ഇന്ത്യൻ ആർമിക്ക് വേണ്ടി വളരെ സക്സസ്ഫുൾ ആയിട്ട് പരീക്ഷിച്ചിട്ടുള്ള ഒരു ആന്റി ഡ്രോൺ കൗണ്ടർ സിസ്റ്റം ആണ് ഭാർഗവാസ്ത്ര. ഭാർഗവാസ്ത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു പുരാണത്തിൽ മഹാഭാരതത്തിൽ കർണന് വേണ്ടി മാത്രം ഉള്ള ഒരു അസ്ത്രമായിരുന്നു ഭാർഗവാസ്ത്ര. ഈ ഒരു അസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്ന രണ്ടേ പേരും ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കർണനും മറ്റൊന്ന് പരശുരാം ആയിരുന്നു. മഹാഭാരതത്തിൽ യുദ്ധത്തിൽ കർണൻ ഇത് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാണ്ഡവരെല്ലാവരും മാറി നിന്നു. കാരണം അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു അസ്ത്രമായിരുന്നു ഭാർഗവാസ്ത്ര. ഈ ഒരു പേരാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന് നൽകിയിട്ടുള്ള പേര്. വിജയകരമായ പരീക്ഷണത്തിൽ ഭാർഗവാസ്ത്ര എന്ന മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന്റെ റേഞ്ച് എന്താണ്? 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ വരെ കൃത്യമായിട്ട് ആ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആണ് ഭാർഗവാസ്ത്ര. 2025 ജനുവരി 12 ഇന്ത്യൻ സൈന്യത്തിനായി ഭാർഗവാസ്ത്ര കൗണ്ടർ ഡ്രോൺ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ച ഗ്രൂപ്പ് ഏതാണ്? സോളാർ ഗ്രൂപ്പ്. ഇന്ത്യയിലെ ഒരു കമ്പനിയായിട്ടുള്ള സോളാർ ഗ്രൂപ്പ് ആണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഈ ഒരു മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. ഇത് ജനുവരി 12 ജനുവരി 13 എന്നീ തീയതികളിലാണ് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. 2025 ജനുവരി 12 ജനുവരി 13 ഭാർഗവാസ്ത്ര കൗണ്ടർ ഡ്രോൺ സിസ്റ്റം എത്ര ദൂരം ലക്ഷ്യത്തിലെത്തി? 2500 മീറ്ററും 400 മീറ്റർ ഉയരത്തിലുള്ള സ്ഥലത്ത് 2.5 കിലോമീറ്റർ അകലെയുള്ള ഒരു ടാർഗറ്റ് അതിനെ കൃത്യമായിട്ട് നശിപ്പിക്കാൻ സാധിച്ചു ഭാർഗവാസ്ത്രയ്ക്ക്. 400 മീറ്റർ ഉയരത്തിലാണ് ഭാർഗവാസ്ത്ര അതിന് സഞ്ചാരം. 2.5 കിലോമീറ്റർ അകലെയുള്ള ആ ഒരു ടാർഗറ്റിനെ കൃത്യമായിട്ട് ഭാർഗവാസ്ത്രയ്ക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വിജയം. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു മിസൈൽ ആണ്, കൗണ്ടർ ഡ്രോൺ മിസൈൽ ആണ് ഭാർഗവാസ്ത്ര. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ലോക്പാൽ ഓഫ് ഇന്ത്യ സെലിബ്രേറ്റ്സ് ഫസ്റ്റ് ഫൗണ്ടേഷൻ ഡേ ഓൺ 16 ജനുവരി. ജനുവരി 16 ഇന്ത്യയുടെ ലോക്പാൽ 1ാം സ്ഥാപക ദിനം ആഘോഷിക്കുന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഇന്ത്യൻ ലോക്പാലിന്റെ ആദ്യ സ്ഥാപക ദിനം ഏത് തീയതിയിലാണ് നടന്നത്? ജനുവരി 16.
ജനുവരി 16 ആണ് ഫൗണ്ടേഷൻ ഡേ ഓഫ് ലോക്പാൽ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരി 16 തീയതി ലോക്പാൽ ഫൗണ്ടേഷൻ ഡേ ആയിട്ട് ആഘോഷിച്ചു. പൊതുപ്രവർത്തകർക്കെതിരായ കേസുകൾ അന്വേഷിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അഴിമതി വിരുദ്ധ സ്ഥാപനം ഏതാണ്? ലോക്പാൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ആന്റി കറപ്ഷൻ ബോഡിയാണ് ടു ഇൻവെസ്റ്റിഗേറ്റ് കേസ് എഗെയിൻസ്റ്റ് പബ്ലിക് ഫംഗ്ഷണറീസ്. പൊതുപ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അഴിമതി വിരുദ്ധ സ്ഥാപനം ലോക്പാൽ. 2013 ലോക്പാൽ ലോകായുക്ത നിയമത്തിലെ സെക്ഷൻ 3 പ്രാബല്യത്തിൽ വന്നതിലൂടെ ഇന്ത്യയുടെ ലോക്പാൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? 2014. 2013 ലോക്പാൽ വേണമെന്നുള്ള ഒരു ചർച്ചയും അതനുസരിച്ച് ലോകായുക്ത നിയമത്തിലെ സെക്ഷൻ 3 അത് പ്രാബല്യത്തിൽ വരികയും 2014 ആണ് ലോക്പാൽ ഇത് സ്ഥാപിതമായിട്ടുള്ളതും. ജനുവരി 16 തീയതി ഈ കഴിഞ്ഞ ജനുവരി 16 ആദ്യത്തെ സ്ഥാപക ദിനം ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ലോക്പാലിന്റെ ചെയർപേഴ്സൺ ആരാണ്? ശ്രീ ജസ്റ്റിസ് A.M. ഖൻവിൽക്കർ. ജസ്റ്റിസ് A.M. ഖൻവിൽക്കർ ആണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ ഓഫ് ഇന്ത്യ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് BCCI റിലീസ് ഷെഡ്യൂൾ ഫോർ വുമൻസ് പ്രീമിയർ ലീഗ് 2025. 2025 വനിതാ പ്രീമിയർ ലീഗിന്റെ ഷെഡ്യൂൾ BCCI പുറത്തിറക്കി. വിമൻസ് പ്രീമിയർ ലീഗ് ഇതിന്റെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ പുറത്തിറക്കി. ഇതനുസരിച്ച് വനിതാ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത മാസം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടാറ്റ വനിതാ പ്രീമിയർ ലീഗ് WPL 2025 മൂന്നാം പതിപ്പ് ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത്? 2025 ഫെബ്രുവരി 14. ഫെബ്രുവരി 14 ആരംഭിക്കുകയാണ് WPL. WPLന്റെ സ്പോൺസേഴ്സ് ആണ് ടാറ്റ. അതുകൊണ്ട് ടാറ്റ വനിതാ പ്രീമിയർ ലീഗ് എന്ന പേരാണ് വന്നിട്ടുള്ളത്. ടാറ്റ വനിതാ പ്രീമിയർ ലീഗ് 2025 മൂന്നാം പതിപ്പ് എവിടെയാണ് ആരംഭിക്കുക? ബറോഡയിലെ BCA സ്റ്റേഡിയം. ദി ഇനോഗ്രൽ മാച്ച് ഓഫ് വിമൻസ് പ്രീമിയർ ലീഗ് ഇത് ആരംഭിക്കുകയാണ് ഫെബ്രുവരി 14. ഇതിൽ ആദ്യത്തെ മാച്ച് നടക്കാൻ പോകുന്നത് ബറോഡയിലെ BCA സ്റ്റേഡിയത്തിലാണ്. ടാറ്റ വനിതാ പ്രീമിയർ ലീഗ് 2025 ഏത് ടീമാണ് ഉദ്ഘാടന മത്സരം നടത്തുക? ഗുജറാത്ത് ജെയിൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. ഗുജറാത്ത് ജെയിൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ മത്സരമാണ് ആദ്യത്തെ മത്സരം. ഇത് നടക്കാൻ പോകുന്നത് ഗുജറാത്തിലെ ബറോഡയിലെ BCA സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫെബ്രുവരി 14. ടാറ്റ വനിതാ പ്രീമിയർ ലീഗ് 2025 മൂന്നാം പതിപ്പിൽ എത്ര ഫ്രാഞ്ചൈസികൾ ഉണ്ടാകും? 5 ടീമുകൾ. 5 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് വരാൻ പോകുന്ന WPL വനിതാ പ്രീമിയർ ലീഗിൽ. ഇതിലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, മുംബൈ ഇന്ത്യൻസ്, UP വാരിയേഴ്സ്, ഗുജറാത്ത് ജെയിൻസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നടങ്ങുന്ന 5 ടീം ആണ് പങ്കെടുക്കുന്നത്. ഇതിന്റെ തുടക്കം മത്സരം എന്ന് പറയുമ്പോൾ അത് ഗുജറാത്ത് ജെയിൻസും അതുപോലെ തന്നെ RCB ആണ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് സെലിബ്രേറ്റിംഗ് നേവൽ സിവിലിയൻസ് ഹോണറിംഗ് എക്സലൻസ്. നാവിക സിവിലിയൻസിനെ ആഘോഷിക്കുന്നു, മികവിനെ ആദരിക്കുന്നു. ഇത് ഇന്ത്യൻ നേവിയിലെ സിവിലിയൻസ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ നാവികസേനയെ നാവിക സിവിലിയന്മാരുടെ വർഷമായി 2025 ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ജനുവരി 17. ഈ കഴിഞ്ഞ ജനുവരി 17 ഇന്നലെ ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ഡേ ആയിരുന്നു. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് പറയാൻ പറ്റും സിവിലിയൻസ്. അവർ വഹിക്കുന്ന പങ്ക് അത്രയും പ്രാധാന്യമുള്ളൊരു പങ്കാണ് ഓരോ ഫോഴ്സിലും. അതനുസരിച്ചിട്ടുള്ള ഒന്നാണ് ഇയർ ഓഫ് നേവൽ സിവിലിയൻസ്. ഇത് ആഘോഷിക്കുന്നത് ജനുവരി 17. ന്യൂഡൽഹിയിലെ DRDO ഭവനിലെ ഡോക്ടർ VS കോത്താരി ഓഡിറ്റോറിയത്തിൽ നടന്ന 2025 നാവിക സിവിലിയന്മാരുടെ വർഷത്തിൽ ആരൊക്കെ പങ്കെടുത്തു? രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള, അതുപോലെ തന്നെ നേവിയുടെ ഇപ്പോഴത്തെ ചീഫ് ആണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ഇവർ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു നേവൽ സിവിലിയൻസ് ഡേ. ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലെ DRDO ഭവനിലെ ഡോക്ടർ DS കോത്താരി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 23 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.